സീതാരാമയ്യയിൽ കോടേശ്വരമ്മയ്ക്ക് 2 കുട്ടികളുണ്ട്, കരുണയും ചന്തുവും. ചന്തു പിതാവിനെ പോലെ തന്നെ മാതാവിനെ പോലെ തന്നെ വിപ്ലവ പാതയിലേക്ക് ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. 1972 മെയ് മാസത്തിൽ കുറച്ച് പോലീസുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന മട്ടിൽ ചന്തുവിനെ വിളിച്ചുകൊണ്ടുപോവുകയായിരുന്നു. സാധാരണഗതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുപോയാൽ 2-3 ദിവസത്തിനു ശേഷം തിരിച്ചെത്താറുണ്ട്. എന്നാൽ ആ യുവാവ് 2 ദിവസത്തിനു ശേഷവും തിരിച്ചെത്തിയില്ല. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് വസ്ത്രങ്ങളും ചെരുപ്പും മറ്റുമായി പോലീസുകാർ വീട്ടിൽ വന്ന് കാണിച്ചു. ഇതൊക്കെ ചന്തുവിൻ്റെ തന്നെ അല്ലേ എന്ന് തിരിച്ചറിയാൻ വേണ്ടി. പക്ഷേ ആ വസ്ത്രങ്ങളോ ചെരുപ്പോ ചന്തുവിൻ്റെ ആയിരുന്നില്ല. അതൊരാൾ പോലും അംഗീകരിച്ചില്ല. പക്ഷേ പിന്നീട് ചന്തുവിനെ പറ്റിയുള്ള ഒരു വിവരങ്ങളും ആർക്കും ലഭിച്ചില്ല. നിങ്ങൾ ചന്തുവിനെ ഒളിപ്പിച്ചിരിക്കുന്നു, അവനെ ഇല്ലാതാക്കിയിരിക്കുന്നു, എന്നിട്ട് അവനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് നിങ്ങൾ നടിക്കുന്നു. അതാണ് കുടുംബം അന്ന് പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറഞ്ഞത്. അധികാരത്തിന്റെ അശ്ലീലതയുടെ ഇരയായി ചന്തു മാറ്റപ്പെടുകയായിരുന്നു. പിന്നെ ചന്തു ജീവിതത്തിൽ ഒരിക്കൽ പോലും തിരിച്ചു വന്നില്ല. കൊണ്ടപ്പള്ളി ചന്ദ്രശേഖർ എന്ന യുവാവിന്റെ അവസാനമായിരുന്നു അത്.